ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ സെക്ഷൻ അഗ്രേറിയൻ ക്ലാസ്സസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം അല്ലേ, നമ്മൾ പണ്ടേ പഠിച്ച് നമ്മുടെ രാജ്യം തന്നെ ഒരു അഗ്രികൾച്ചറൽ കൺട്രിയാണ്, അല്ലെ, കാർഷിക രാജ്യം എന്നാണ്. നമ്മൾ ഡെവലപ്ഡ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമ്മൾ അഗ്രേറിയൻ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ, നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അഗ്രേറിയൻ ക്ലാസ്സസിൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാനുള്ളത്, ലേൺ അബൌട്ട് ത്രീ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റീസ് ഇൻ ദ previous unit. In this unit we will explain to you basic nature and agrarian classes in India. Societies are classified in sociologist. അതായത് നമ്മുടെ ഈ ഒരു അഗ്രേറിയൻ ഫീൽഡ് ഡെവലപ്മെൻറ്റ്, അഗ്രേറിയൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആണ്. നമ്മുടെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ റിലേറ്റഡ് അവർ എന്താ പറയുക, ഡെവലപ്ഡ് ഏരിയ, അതിൽ ഇമ്പോർട്ടൻസ് കാർഷികം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കാർഷിക സെക്ഷനിലെ ഈ കുറേ കാര്യങ്ങൾ, അതായത് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ agrarian classes in India, societies are classified by sociologist in terms of class structure based. Then there is an undergoing debate on the nature of agricultural activities and agrarian classes in India. Agricultural classes അവർക്ക് എല്ലാ നമുക്ക് പോസിറ്റീവായിട്ട് അവർക്ക് പ്രോത്സാഹനങ്ങളും അവർക്ക് ഇൻഗ്രീഡിയൻസും അവർക്ക് കൺസെഷനും അവർക്ക് കിട്ടേണ്ട അർഹതയുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് അവർ ഡെവലപ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഇന്ത്യയിലേക്ക് അത് ഡെവലപ്മെൻ്റ് ആയിട്ട് വരുള്ളൂ, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറയുക, പിന്തുണ, സാമ്പത്തിക രാജ്യത്തിന് സാമ്പത്തിക പിന്തുണ കൊടുത്താൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്ത് വരികയുള്ളൂ എന്നാണ് പറയുന്നത്. Then അതിൽ പറയുന്നത്, those position have a bearing how we see the agrarian class structure in India despite the difference of common theme of running through the debate that both theme address the nature capitalist agrarian class structure in India. Capitalist agrarian class structure in India. The question of the development of capitalism in Indian agriculture has been one of the prime site of contention of debate among Indian scholars. Ashok Rudra and Usta Patnaik are the social societies whose warning behavior generated debate in Indian agriculture. അതായത് അശോക് രുദ്ര states under a general tendency of dividing the farmers in three categories. The question of the development of capitalism of Indian agriculture has been one of the prime state concern debate among Indian scholars. ഓക്കെ, ഇന്ത്യൻ സ്കോളേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ഡിബേറ്റ്, അതായത് ഒരു മത്സരം പോലെ ഒരു സംഭവം തന്നെ ഈ കാർഷിക മേഖലയിലുള്ള ഒരു സിറ്റുവേഷനിൽ അശോക് രുദ്ര ആൻഡ് ഉസ്താ പട്നായിക് എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ ഡിബേറ്റ് ഓൺ ദ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഹൂസ് റൈറ്റിംഗ്സ് ആർ ജനറേറ്റഡ് ഡിബേറ്റ് ഓഫ് വെദർ ഇന്ത്യൻ അഗ്രികൾച്ചർ ഹാസ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻസ്. അതായത് അവരുടെ റൈറ്റിങ്സിൽ അശോകിൻ്റെയും ഉസ്താ എന്ന് പറയുന്ന രണ്ട് സ്കോളേഴ്സിൻ്റെയും റൈറ്റിങ്സിൽ തന്നെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അഗ്രേറിയൻ ഈ ഒരു ഇതിലുള്ള നമ്മുടെ ഒരു ഡിബേറ്റ്. ബോത്ത് ഓഫ് ദ being in opposition that class relation in Indian agriculture are capitalist is nature, although both of them differ on the partners of dimension determining capitalist class relation in Indian agriculture. Okay, അതിൽ അവർ പറയുന്ന മിഡിൽ ബിഗ് there are only two classes in Indian agriculture. അശോക് രുദ്രയുടെ അഭിപ്രായത്തിൽ there are two middle class in Indian agriculture. First is big landowners and agricultural laborers. ഒന്ന് ലാൻഡ് ലോണേഴ്സും അഗ്രികൾച്ചർ ലേബേഴ്സും. നമുക്കറിയാം, ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവുള്ളൂ, ലേബേഴ്സ് ഉണ്ടാവുള്ളൂ, നമുക്കറിയാം. This means that there is a class of agricultural laborers and wage workers. Okay, capitalist class relationും പ്രീ capitalist class relationും. Capitalistic class relation example ആണ് surplus extracted from the labor freely sold in market. The labor is considered commodity in the production process. And the pre-capitalist class relation, the surplus contracted through the extra correlation. Labor is not freely available, it is unfree and is not commodity in the sold of money. And factors of social changes in rural India. നെക്സ്റ്റ് നമ്മളെ പോയിന്റ്, contemporary Rudra's conceptualization of above
ഉസ്ത പട്നായിക് ദ ഫോളോയിങ് അഗ്രേറിയൻ ക്ലാസസ് ഇൻ ഇന്ത്യ. ഉസ്ത പട്നായിക് എന്ന് പറയുന്ന ആളും രുദ്ര എന്ന് പറയുന്ന ആളും റൈറ്റിംഗ്സിൽ ഡിബേറ്റ് അഗ്രേറിയൻ സെക്ഷനെ പറ്റി ഒരു ഡിബേറ്റ് നമ്മൾ ചർച്ച ചെയ്തു. അതിൽ ഫോളോയിങ് അഗ്രേറിയൻ ക്ലാസസ് ഇൻ ഇന്ത്യ, അതിൽ അവർ പറയുന്ന ഫോളോയിങ് ക്ലാസസ് ഏതൊക്കെയാണ്? എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസസ്, അതായത് ചൂഷണ വിധേയരായ കുറച്ച് ക്ലാസസ് ടീമാണ് ലാൻഡ് ലോഡ്, അതായത് അവരാരാവാം? ക്യാപിറ്റലിസ്റ്റ് ആവാം, ഫ്യൂഡൽ പ്രഭുക്കന്മാരുമാവാം. ദെൻ റിച്ച് പെസൻറ്റ്, അതായത് ഫോട്ടോ ബർഗറീസ് ആൻഡ് ഫോട്ടോ ഫ്യൂഡൽ ആവാം. എക്സ്പ്ലോയിറ്റഡ് ക്ലാസ്സസ് പുവർ പെസൻ്റ് ആണ്. എവിടെ എങ്ങനെയൊക്കെ നോക്കിയാലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ആരെയാണ്? പുവർ പെസൻറ്റിനെ, ദരിദ്രരായ ആളുകളെ മാത്രമാണ്. അതായത് അഗ്രികൾച്ചർ ലേബേഴ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലാൻഡ് എ പെറ്റി ടെനൻറ്റ്, full-time laborers. She uses two criteria to define three economic classes: possession of the means of production and the exploitation of labor. She says that agriculture and then she uses the criteria to define these economic classes. അതായത് ഉസ്താ പട്ന എന്ന് പറയുന്ന അവർ ആ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു ക്ലാസസ് മീൻസ് ഏത് ക്ലാസസ്? ക്രൈറ്റീരിയ ഓഫ് എക്കണോമിക് ക്ലാസസ്, പൊസഷൻ ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ എക്സ്പ്ലോയിഷൻ ഓഫ് ലേബർ. ഷീ സേസ് ദാറ്റ് അഗ്രികൾച്ചർ സച്ച് ഇൻ ഇന്ത്യ ദ ടു പോൾസ് ആർ റെഡ്ലി ഐഡൻറ്റിഫൈ. ദ ലാൻഡ്ലെസ് ഓഫ് നിയർ ലാൻഡ്ലെസ് പോസസ് ഇന്ത്യൻ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. എങ്ങനെയൊക്കെ നോക്കിയാലും ലാൻഡ്ലെസ്, ഭൂമി ഇല്ലാത്ത ആളുകളാണില്ലേ ആര്? നമ്മുടെ പാവപ്പെട്ട ഫാർമേഴ്സ്. അധിക ഫാർമേഴ്സിനും സ്വന്തമായിട്ട് എന്തുണ്ടാവത്തില്ല? ഭൂമി ഉണ്ടാവുന്നില്ല. അവർ മറ്റേ ആരുടെ? ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ, നേരത്തെ അവർ പറഞ്ഞ റിഗാർഡ് ചെയ്ത ആൾക്കാരാണ് ആര്? ക്യാപിറ്റലിസ്റ്റ് ലാൻഡ് ലോഡ്സ്. ക്യാപിറ്റലിസ്റ്റ് ലാൻഡ് ലോഡ്സിൻ്റെ ഭൂമിയിലാണ് ആര് ജോലി ചെയ്യുന്നത്? ഫാർമേഴ്സ്. അവരാരാണ്? ലാൻഡ് ലെസ് പീപ്പിളാണ്, ഭൂമി ഇല്ലാത്ത ആളുകളാണ് ഫാർമേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പുവർ പെർസെൻറ്റ്. ആരാണ് ഈ പുവർ പെർസെൻറ്റിനെ പറ്റി കുറിപ്പ് തയ്യാറാണ്, നോട്ട്സ് എഴുതാനുണ്ടാവും. എന്താണ്? ദ പുവർ പെർസെൻറ്റ് ഫാമിലി മസ്റ്റ് ഔട്ട് ദ മെമ്പേഴ്സ് ഓഫ് വേജസ് ആൻഡ് ലീസ് ഓഫ് ലാൻഡ് നോ മാറ്റർ ഹൗ മച്ച് ദ വേജസ് ഓഫ് റെൻറ്റ്. ടിപ്പിക്കലി ദീസ് ഫാമിലീസ് കനോട്ട് മേക്ക് എൻഡ് മീറ്റ്, ഹാവ് ടു ഡിപ്രസ് കൺസപ്ഷൻ സ്റ്റാൻഡേർഡ് ബിലോ ദ കസ്റ്റമറി ലെവൽസ്. ഫുൾ ടൈം ലേബർ. ആരാണ് ഈ ഫുൾ ടൈം ലേബർ? ഇറ്റ്സ് സെയിം ട്രൂ ദ ഫുൾ ടൈം ലേബർ ഫാമിലി. സം ഓഫ് ദീസ് മൈ ഓൺ സ്മോൾ സ്ട്രിപ്പ് ആൻഡ് ലാൻഡ് വിച്ച് ദേ ഡു കൾട്ടിവേറ്റ് ബട്ട് ലീസ് ഔട്ട്. The labor equivalent be rent received loan large enough balance. ഓക്കെ, ഫുൾ ടൈം ലേബേഴ്സ് ആയിരിക്കും ഇവർ. നെക്സ്റ്റ് ഇതിൽ പറയുന്ന പോയിന്റ്, ദ ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ്, റിച്ച് പെസൻസ്, ഇൻഡിപെൻഡൻറ്റ് മിഡിൽ പെസൻസ് ആൻഡ് പുവർ പെസൻസ്. ദ പെസൻസ് ആർ there are two the classified agrarian classes follows. The peasants classified into four categories. The first is capitalist farmers. Capitalist farmers, rich peasants, and independent middle peasants. Independent middle person and poor persons. ഇൻഡിപെൻഡൻ്റ്, അതായത് ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ്, റിച്ച് പെർസൺ, ഇതെല്ലാം എന്താണ്? ദ പെസൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ദ ഫോർ ക്ലാസിഫിക്കേഷൻ ഇൻ ഫാർമേഴ്സ്. പെസൻസ് മീൻസ് ഫാർമേഴ്സ്, കൃഷിക്കാർ അല്ലേ.